പാടി പുകഴ്ത്താം. എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളവേ സ്തുതിക്കാതെ പരനെ മകൾക്ക് സ്തുതിക്കാം. സ്തുതിക്കാം ആന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയേ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയേ. തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളവേ സ്തുതിക്കാതെ പരനെ തന്നാൻ മകൾക്കായി സ്തുതിക്കാം. സ്തുതിക്കാതെ ആന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പാപരോഗത്താൽ നീ വലഞ്ഞു തെല്ലുമാശയില്ലാതളഞ്ഞു. പാപരോഗത്താൽ നീ വലഞ്ഞു തെല്ലുമാശയില്ലാതളഞ്ഞു. ഭാരം കേടിടുമ്പോൾ തിരുമേനി എല്ലാം വഹിച്ചു. ഭാരം കേടിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധി എല്ലാം വഹിച്ചു. എന്നുള്ളവേ സ്തുതിക്കാതെ പരനെ തന്നാൻ മകൾക്കായി സ്തുതിക്കാം. സ്തുതിക്കാം ആന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പാപരോഗത്താൽ വലഞ്ഞു തെല്ലുമാശയില്ല വലഞ്ഞു. പാപരോഗത്താൽ വലഞ്ഞു തെല്ലുമാശയില്ല വലഞ്ഞു. ഭാരം കേടിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. ഭാരം കേടിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം വഹിച്ചു. എന്നുള്ളവേ സ്തുതിക്കാതെ പരനെ തന്നാൻ മകൾക്കായി സ്തുതിക്കാം. സ്തുതിക്കാം ആന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തരല്ലോ നിന്റെ ഭാരമെല്ലാം ചുവന്നു. എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തരല്ലോ എന്റെ ഭാരമെല്ലാം ചുവന്നു. എന്നുള്ളവേ സ്തുതിക്കാതെ പരനെ തന്നാൻ മകൾക്കായി സ്തുതിക്കാം. സ്തുതിക്കാം ആന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ.
പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളവയെ സ്തുതിക്കാതെ സ്തുതിക്കാമെന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ഏകാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ഏകാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ഏകാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ മധ്യേ ഹല്ലേലൂയ രാജാവ് വന്നിട്ടുണ്ട്. ആമേൻ. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ടെന്ന്. ആമേൻ. ഹല്ലേലൂയ. ആത്മാവുള്ളിടത്ത് ആത്മാവിൻ്റെ പ്രവാഹമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക്. ഹല്ലേലൂയ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരു ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് നമ്മൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ആമേൻ. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്.
രാജാവുള്ളെടുത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളെടുത്തു ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളെടുത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളെടുത്തു ആത്മപ്രവാഹമുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, യേശുരാജനുള്ളെടുത്ത് ആരാധനയുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആത്മാവിന്റെ ആരാധനയുണ്ട്. രാജാവുള്ളെടുത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളെടുത്തു ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളെടുത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളെടുത്തു ആത്മപ്രവാഹമുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, യേശുരാജനുള്ളെടുത്ത് ആരാധനയുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആത്മാവിന്റെ ആരാധനയുണ്ട്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. വൃക്ഷവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്രേ. വൃക്ഷവുമല്ല, പാരമ്പര്യമല്ല, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാലത്രേ. രാജാവുള്ളെടുത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളെടുത്തു ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളെടുത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളെടുത്തു ആത്മപ്രവാഹമുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, യേശുരാജനുള്ളെടുത്ത് ആരാധനയുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആത്മാവിന്റെ ആരാധനയുണ്ട്. മഹത്വത്തിനും സ്തോത്രത്തിനും സർവഭൂമാനത്തിനും യോഗ്യനായവൻ. മഹത്വത്തിനും സ്തോത്രത്തിനും സർവഭൂമാനത്തിനും യോഗ്യനായവൻ. യഹൂദാ ഗോത്രത്തിൽ സിംഹമായവൻ, രാജാധിരാജൻ, കർത്താധികർത്തൻ. യഹൂദാ ഗോത്രത്തിൽ സിംഹമായവൻ, രാജാധിരാജൻ, കർത്താധികർത്തൻ. രാജാവുള്ളെടുത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളെടുത്തു ആത്മപ്രവാഹമുണ്ട്. രാജാവുള്ളെടുത്തു രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളെടുത്തു ആത്മപ്രവാഹമുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, യേശുരാജനുള്ളെടുത്ത് ആരാധനയുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആത്മാവിന്റെ ആരാധനയുണ്ട്. ആരാധനയുണ്ട്, ആരാധനയുണ്ട്, ആത്മാവിന്റെ ആരാധനയുണ്ട്. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാകുകയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാകുകയാ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാകുകയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാകുകയാ. ക്ലേശം നിറയും മറുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ, തുറന്നിടുക നല്ലീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ.
ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നൽവീറുറവ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ ആത്മാവിനാലെ നിൻ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ ആത്മാവിനാലെ നീ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നൽവീറുറവ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നീരുറവ ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ ആത്മാവിനാലെ നിൻ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ ആത്മാവിനാലെ നിൻ ശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ 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 അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ
ദൈവത്തിനെ ആത്മാവിനെ ശൈത്യകർത്താവ് ഈരോധന വ്യാപരിക്കപ്പെടും. ഭരിച്ചവരെ ജീവിപ്പിക്കുക, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യും. ആത്മാവിന് വലിയ ശക്തി കർത്താവ് ഈ രാത്രികാലത്തിന് ജനത്തിന് വ്യാപരിക്കപ്പെടട്ടെ. ആത്മാവിന്റെ കൃപ കർത്താവ്, പരിശുദ്ധാത്മാവിന്റെ കൃപ കർത്താവ് ഈ രാത്രികാലം എല്ലാ ദുഷ്ടമുഖങ്ങളെയും തകർക്കുന്ന ആത്മാവിന്റെ ശക്തി ഈ രാത്രികാലം വ്യാപരിക്കപ്പെടട്ടെ. കർമ്മേലിന്റെ മഹത്വമായവൻ, ശാരോരിൻ പരിധിർക്കും സമമായവൻ ഈ രാത്രികാലം നമ്മുടെ മധ്യ ഉള്ളതിനോട് നമുക്കവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. മരിച്ചവരെ ജീവിപ്പിക്കുകയും എല്ലാത്തിനുള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഈ രാത്രികാലം വെളിപ്പെടേണ്ട കർത്താവേ. മുടന്തന്മാരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി, കുരുടന് കാഴ്ച കൊടുക്കുന്ന ദൈവത്തിന്റെ ശക്തി കർത്താവേ, ചെകിടന് കേൾവി കൊടുക്കുന്ന ദൈവത്തിന്റെ ശക്തി കർത്താവേ, ഈ രാത്രികാലം ഞങ്ങളുടെ മധ്യ വ്യാപരിപ്പിക്കുന്നതിനാ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയോ. നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ കർത്താവ്, ഹല്ലേലൂയ. ആമേ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയവൻ ഈ രാത്രികാലവും നമ്മുടെ മധ്യയുള്ളതിനാൽ നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ രാത്രികാലം നമ്മുടെ മധ്യ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അമിതമേ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം വ്യാപരിച്ചു കൊണ്ടിരിക്കുക. യേശുവിന്റെ രക്തം സകലഭാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞ പ്രകാരം തിരുരക്തത്താൽ അവിടെ നമ്മെ കഴുകിക്കൊണ്ടിരിക്കുക, ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക. നമുക്കവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. രാത്രികാലം പൂർണ്ണമായി നമ്മെ തന്നെ ഈ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി ജെസി സിസ്റ്ററും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ജിബുവറും പ്രാർത്ഥിച്ചാട്ടും. പ്രൈസ് ദി ലോർഡ് ജീസസ്.
ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മരിച്ചവരും അനുനിലങ്ങവരാരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹികളായി ഈ രാത്രികാലം ദൈവത്തെ വാഴ്ത്തുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഒരുക്കി തന്ന ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ നേരുള്ളവരുടെ സഭയിലും സംഘത്തിലും ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുവാൻ ഇന്ന് രാത്രികാലം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ഞങ്ങളുടെ പോരായ്മകളെ ഒരു പ്രാവശ്യം കൂടെ കഴുകുമാറാകണമേ. അപ്പന്റെ തങ്കരക്തത്താൽ ഞങ്ങളെ കഴുകുമാറാകണമേ. എന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന അങ്ങയുടെ പുണ്യാഹരങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വിശുദ്ധാരാധനയെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളായിരുന്നു ഞങ്ങളെ ഒരുമിച്ച് ദൈവം കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്രയോ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുകൾ നടന്നപ്പോൾ കർത്താവേ, ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിച്ച ഹല്ലേലൂയ ആയുസ്സോടെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഭാഗ്യമൊരുക്കിയ ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതകൾക്കും കർത്താവിനെ സ്തുതിക്കുകയാകുന്നു. ദൈവസ്ഥൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളെ പ്രാപ്തീകരിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. പാടുവാൻ തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, രാത്രികാലം നല്ല സങ്കീർത്തനത്തെ ഞങ്ങൾക്ക് ദാനം ചെയ്യുമാറാകണം. ഒരുമിച്ച് പാടി ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പിടുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളുടെ ജീവിതത്തിനിടയാക്കുമാറാകണമേ. കർത്താവിനോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി, നന്മയായി, അനുഗ്രഹമായി, ഞങ്ങളുടെ അസ്ഥികൾക്ക് ബലമായി, ഞങ്ങളുടെ ഹൃദയത്തിന് തണുപ്പായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിൽ എഴുന്നേൽക്കുന്ന നന്മകൾ കൊത്തവണ്ണം ദൈവത്തെ സ്തുതിപ്പാൻ ഹല്ലേലൂയ സാക്ഷ്യം പറയുവാൻ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അധികാരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതിലുപരിയായി കർത്താവ്, കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രികാലം കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ജീവനും ചൈതന്യവും യോസഫ് ജീവിച്ചിരിക്കുന്നു എന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായ ചൈതന്യം പോലെ ഇന്ന് രാത്രികാലം ചൈതന്യം പ്രാപിച്ചു മടങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരിക്കുന്ന ഇളം മരുന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ ദൈവമഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിവിധ ഇടങ്ങളിലും വ്യത്യസ്ത നിലവാരങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ദൈവം ആരാധനയാക്കി ഇന്ന് രാത്രികാലം തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യഹോവാ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഇന്ന് രാത്രികാലം ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിലെ നിലവാരം അറിഞ്ഞ കർത്താവിന്റെ രാത്രികാലം സംസാരിക്കണമേ. വേദനയോടെ, ഭാരത്തോടെ, ഹൃദയ നുറുക്കത്തോടെ ദൈവസ്ഥലായിരിക്കുന്നവരെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരം മാറിയവരായി, ഞങ്ങൾ കൊട്ട വിട്ടൊഴിഞ്ഞവരായി ഹല്ലേലൂയ സന്തോഷം പ്രാപിച്ചവരായി ഭയത്തോടെ ഭക്തിയോടെ ഇരിപ്പാൻ ദൈവം ഞങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം എല്ലാവരും നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണം, മഹത്വം എല്ലാം പങ്കെടുക്കണം, വരുവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു അപ്പച്ചനുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഏതോ ഞങ്ങളുടെ പ്രാർത്ഥന കേടുത്തരമെല്ലാം മാറാകണമേ. ആമേൻ. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വിശുദ്ധാരാധനയായ കർത്താവേ, ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. സംസാരിപ്പാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് അതായത് ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ കൂടെ കൂട്ടപ്പെട്ട എല്ലാ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, സഹായിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ആരെങ്കിലും രോഗത്തിലും ദുഃഖത്തിലൊക്കെ ആയിരിക്കുന്നു കർത്താവ് പൂർണ്ണ സൗഖ്യം ഓരോരുത്തരെയും കൽപ്പിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സംസാരിപ്പാൻ കർത്താവിന്റെ ദാസനെയും ബലപ്പെടുത്തുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തുടർന്ന് നടക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രാർത്ഥന സ്തോത്രം യേശുനാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി 4-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച്
നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാംസ് 4 4-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിക്കുവീൻ. നിങ്ങളുടെ കിടക്കുമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുവീൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. What a wonderful, wonderful day. Day I will never forget. After I wandered in darkness away, Jesus my Savior I met. Oh, what a tender and passionate friend. He met the need of my heart. Shadows dispelling with joy I am telling. He made all the darkness depart. Heaven came down and glory filled my soul. When at the cross my Savior made me whole, my sins were washed away, and my night was turned to day. Heaven came down and glory filled my soul. Praise Lord. Romans 8:11. And the Spirit who raised Jesus from the dead dwells in you. He who raised Jesus from the dead will give life to your mortal bodies through the Spirit who dwells in you. Amen. Praise Lord. Surely goodness and mercy will follow me all the days of my life, and I'll dwell in the house of the Lord forever. Praise the Lord. Praise the Lord. But you, O Lord, being forever, your throne endures to all generation. Lamentation 5:19. Please pray for me and my family. Praise the Lord. Praise the Lord. Thank you, Lord, for a wonderful day. Thank you, Lord, for helping me. The fear of the Lord, the beginning of the knowledge. Please pray for me and my parents. Praise Lord. Praise the Lord. Amen. Luke 4:12. And Jesus answered him, It is said, You shall not put the Lord your God to the test. Please pray for me and my family. Praise the Lord. Praise the Lord. Praise the Lord. I can do all things through Christ which strengthens me. Philippians 4:13. Please pray for me and my family. Praise the Lord. Revelation 1:18. I am he who lives and was dead, and behold, I am alive forever. Praise the Lord. This is the day that the Lord has made. Let us rejoice and be glad in it. Psalms 180:24. Amen. Be kind to one another, tender-hearted, forgive one another as the Lord forgive you. Ephesians 4:32. Please pray for me and my family. Praise the Lord. Praise the Lord. When I'm afraid, I put my trust in you. Psalms 56:3. Amen. Isaac. Lord is my shepherd, I shall not want. Psalms 23:1. Please pray for me and my family. Praise the Lord. Sick to help, sick places to help. Please pray for me and my family. Praise the Lord. Praise the Lord. I can do all things through Him who strengthens me.
Philippians 4 verses 15. Please, 4:13. It's okay. Praise the Lord. please pray for me. Amen. In the beginning, God created and earth. Lord, இன்னைக்கு வந்து பார்த்தீங்கன்னா அல்லேலூயா. Amen. For God so loved the world that he gave his one and only Son, that whoever believes in him shall not perish but have eternal life. John 3:16. Please pray for me and my family. Praise the Lord. Brother, be strong in Lord and the power of his might. Please pray for me and my parents. Praise the Lord. The Lord shall preserve you from going out and coming in from this time and forth evermore. Psalms 121 verse 8. Amen. Keep me as an apple of the eyes and hide me under the shadow of the wing. Psalm 17 verse 9. Please pray for me and my parents. Praise the Lord. Praise the Lord. Thank you for giving me opportunity. Says memorize Revelation 22 verse 13 and 12 and 13. And behold, I am coming quickly with my reward with me, to give every man according to his work. I am the Alpha and the Omega, the beginning and the end, the first and the last. Amen. Praise Lord. Galatians 5 verses 70. For the desires of the flesh are against the spirit, and the desires of the spirit are against the flesh. These are opposed to each other, so that you may not do what you want to do. My class are starting from the Sunday. Please pray. Praise the Lord. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ദൂരസഞ്ചാരത്തുമായിരിക്കും കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി, അഭിഷക്തരായി, സ്വർഗീയജ്ഞാനം, ബുദ്ധിയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് പുതിയ ആത്മാവിനെ നിറയ്ക്കേണ്ടതിനായി, പുതുശക്തിയാൽ നിറയ്ക്കേണ്ടതിനായിട്ട് കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ് എന്നത് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവും വർഗവുമാകുന്നു എങ്കിൽ സ്തോത്രം, നമ്മുടെ സ്റ്റാറ്റസ് കളയാതെ നാം സൂക്ഷിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധിക്ക് അനുസരിച്ച് നടന്നതുപോലെ ദൈവത്തിൻ്റെ ഭക്തന്മാർ നടക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവാകുന്ന പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ട് നമ്മുടെ ശിഷ്ടകാലം നാം കഴിക്കണം. ലോകമോഹങ്ങളിൽ, ലോകസ്നേഹങ്ങളിൽ ഒന്നും ഒരു ഭക്തന് ആമേൻ സ്തോത്രം ജീവിപ്പാൻ കഴിയുകയില്ല. അവൻ വേർപാടുള്ളവനായിരിക്കണം. യഹോവ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം. ഹല്ലേലൂയ. അർപ്പിക്കുവാനുള്ളത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രയാഗങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. സ്തോത്രം. 51-ാം സങ്കീർത്തനം പറയുന്നു, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ലല്ലോ. തകർന്ന മനസ്സോടെ നുറുങ്ങി ഹൃദയത്തോട് ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് അടുത്തിയെന്ന് പ്രത്യാശയോടെ സ്തോത്രം ചെയ്യുന്ന പൈതലേ സ്തോത്രം. അവൻ നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. അവൻ നിന്റെ കരം പിടിച്ച് നിന്നെ ആമേൻ ഹല്ലേലൂയ വിടുതലോടെ നടത്തുവാൻ കഴിവുള്ളവനായ ദൈവമാണ്. സ്തോത്രം. വീര്യമുള്ള ഭുജമാണ് അവൻ്റെ. ആമേൻ സ്തോത്രം. ആ കരം കൊണ്ട് അവൻ നമ്മെ പിടിച്ചിട്ടുണ്ട്. സ്തോത്രം. വിശ്വാസമുള്ളവരെല്ലാം കരം ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഉയരുന്ന സ്തുതി സ്തോത്രയാഗങ്ങളെ ഇന്ന് രാത്രികാലം ഇടപെടാതെ അർപ്പിച്ചുകൊണ്ട് ഇരുന്നാൽ ഹല്ലേലൂയ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആമേ. ആ കരങ്ങളിലേക്ക് ഈ രാത്രികാലം നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രത്യാശഗാനം പാടി ആമേ കർത്താവിന് കൊടുക്കുവാനുള്ള ആമേ ദശാംശം സ്തോത്ര കാഴ്ചയെല്ലാം ദൈവസന്നിധി ഭക്തിയോടെ അർപ്പിക്കാം.
പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ തിരു സൗന്ദര്യം ഞാൻ ദർശിക്കും നൻ കണ്ണുകളാലെ ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി തൻ സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ തിരു സൗന്ദര്യം ഞാൻ ദർശിക്കും നൻ കണ്ണുകളാലെ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പാ കൃപ വേണമപ്പാ കൃപ വേണമപ്പാ നിൻ മക്കൾക്ക് കൃപ വേണമപ്പാ കൃപ വേണമപ്പാ കൃപ വേണമപ്പാ നിൻ മക്കൾക്ക് രണ്ടുപേരെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം നിൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ രണ്ടുപേരെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം നിൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ തിരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ തിരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പാ കൃപ വേണമപ്പാ കൃപ വേണമപ്പാ നിൻ മക്കൾക്ക് കൃപ വേണമപ്പാ കൃപ വേണമപ്പാ കൃപ വേണമപ്പാ നിൻ മക്കൾക്ക് കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പാ കൃപ വേണമപ്പാ കൃപ വേണമപ്പാ നിൻ മക്കൾക്ക് കൃപ വേണമപ്പാ കൃപ വേണമപ്പാ കൃപ വേണമപ്പാ നിൻ മക്കൾക്ക് ആമേൻ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സംഗീതത്തിന് വായിച്ചു കേൾപ്പാൻ ഈ രാത്രി കാലം ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യാം. സാക്ഷിവാദികൾ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. എല്ലാത്തിന്മേലും കർത്താവ് വിടുതലയക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രതികാല ആമേൻ സോണി വേറെ നാട്ടിൽ നിന്ന് നാളെ കടന്നു വരുന്നതിൻ്റെ യാത്രയൊക്കെയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദേശാംശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അമൃതി കുലുക്കി വരിക ഒരളവിൽ കർത്താവ് മടി കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി കർത്താവിന് വേണ്ടി അധികമായി ചെലവാകുവാൻ പിന്നെയും കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിന് അഭിഷക്തൻ ഭാഷ ജോൺസൺ നമ്മുടെ മധ്യമുണ്ടല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് ജീവൻ പേർ പ്രാർത്ഥിച്ചാട്ട്. നാലുവരെ കൂടെ ഞങ്ങൾ അളകൂടാ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, നിനക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ ഒരു വിശുദ്ധ ദൈവമേ രാത്രികാലം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, ഇത്രത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാനും ദൈവമേ നല്ല വചനങ്ങളെ ദൈവ സങ്കീർത്തനങ്ങളൊക്കെ നൽകി തന്നതിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, ദൈവകൃപ ഞങ്ങളോട് കൂടി ഉണ്ടായിരുന്നു കർത്താവ്. വീണ്ടും ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമേ നല്ല വചനത്തെ കേട്ട് ദൈവമേ പ്രാപിച്ച് മടങ്ങിപ്പോവാൻ ദൈവമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേകത്തെ ദൈവമേ ഞങ്ങൾക്ക് ദൈവമേ പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വെറുതെ വന്ന് വെറുതെ കടന്നു പോകാനല്ല കർത്താവേ, ദൈവമേ നല്ലതൊന്ന് പ്രാപിച്ച് മുറുകെ പറ്റുന്നവരായി ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ സ്വത്രാഴ്ചയ്ക്കായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവമേ കരം നീട്ടി എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, അവർക്ക് ആവശ്യമായ ദൈവമേ അമർത്തി നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവ സാന്നിധ്യവരോടും കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, എല്ലാം തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ താണിരിക്കാം.
ഹല്ലേലൂയ. വേറൊരു വിഷയം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രി കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി വിശുദ്ധ സഭായോഗമായി ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് തന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് പ്രിയനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ദൈവദാസന്മാർ, ദൈവമക്കൾ, ദൈവജനം എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപ വേണമപ്പ. എന്തിനാ സ്തോത്രം. പുതുശക്തി പ്രാപിക്കാൻ എന്ത് വേണം? സ്തോത്രം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. ആ ആ ആ ആ ഏഴ് ദൈവാത്മാക്കളായ, അപ്പോൾ ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ ആരുടെ കയ്യിലുണ്ട്? ആരുടെ കയ്യിലുണ്ടെന്നാ വായിച്ചേ? കുഞ്ഞാടിൻ്റെ കയ്യിൽ. കൊലോസി ലേഖനം 1:27 കാണാതെ അറിയാവുന്ന എത്ര പേരുണ്ട്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. അപ്പോൾ 7 ആത്മാക്കളും കൂടെ ചേർന്നടങ്ങിയ ക്രിസ്തു ഇപ്പോൾ എവിടെ ഉണ്ട്? അപ്പോൾ ഇനിയും കൃപ വേറെ എങ്ങാണ്ടൊന്ന് വരണോ? ഇനി അഭിഷേകം എവിടുന്നെങ്കിലും വരണോ? എല്ലാത്തിൻ്റെയും ഉറവിടം എവിടെ ഉണ്ട്? ഉണ്ടോ? വെളിപ്പെട്ടാൽ മതി. സ്തോത്രം. ഈ രാത്രി അത് വെളിപ്പെടുന്ന രാത്രിയാകട്ടെ. എന്താ തെളിവ്? ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 36 മുതൽ. ലൂക്കോസ് 1:36 മുതൽ. എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. സെക്രിയാവിന്റെ വീട്ടിലെത്തി എലിശബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. ആരായിരുന്നു പിള്ള? യോഹന്നാൻ. ആരുടെ വയറ്റിൽ തുള്ളി? എലിസബത്തിന്റെ വയറ്റിൽ. അപ്പൊ മറിയയുടെ വയറ്റിൽ ആരുണ്ട്? യേശു ഉണ്ട്. ഒന്നുകൂടെ ചിന്തിക്കാം. മറിയയുടെ വയറ്റിൽ ആരുണ്ട്? യേശു ഉണ്ട്. ദൈവത്തിന്റെ 7 ആത്മാക്കളും നിറഞ്ഞിരിക്കുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തു എവിടെ കിടപ്പുണ്ട്? മറിയയുടെ വയറ്റിൽ കിടപ്പുണ്ട്. മറിയ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രൈസ്തലോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രേ സംഭവിച്ചുള്ളൂ. എന്താ സംഭവിച്ചത്? എലിസബത്തിന്റെ വയറ്റിൽ പിള്ള തുള്ളി. അടുത്ത വാക്യം, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടോ? അപ്പൊ നമ്മളൊരു പ്രൈസിലോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കണം? കേൾക്കുന്നയാൾ ആത്മാവിൽ നിറയണം. നിറയുന്ന രാത്രിയാകണം ഈ രാത്രി. അതിൽ കുറഞ്ഞതൊന്നും സഭയ്ക്കകത്ത് വേണ്ട. സ്തോത്രം. യോഹന്നാൻ 20:21. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം. 21 മുതൽ. അപ്പൊ ഊതിയപ്പോ എന്ത് പറ്റി? ഊതുമ്പോ എന്ത് പറ്റും? ഊതുമ്പോ കാറ്റല്ലേ വരത്തുള്ളൂ. ഊതുമ്പോ കാറ്റല്ലേ വരുന്നേ. ഇവിടെ ഊതിയപ്പോ എന്താ പറ്റിയേ? പരിശുദ്ധാത്മാവിനെ ദൈവമക്കളെ നമ്മൾ ഊതിയാൽ എന്ത് പറ്റണം? പരിശുദ്ധാത്മാവ് പുറപ്പെടണം. നമ്മൾ പ്രൈസിലോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കണം? കേൾക്കുന്നയാൾ ആത്മാവിൽ. അങ്ങനെ ആന്നോ? അങ്ങനെ ആകണം.
അങ്ങനെ ആകണം. അങ്ങനെ ആയി തീർന്നില്ലേ നിത്യത പ്രാപിക്കത്തില്ല. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തോ പ്രാപിക്കും? നിത്യമായ നരകം പ്രാപിക്കും. അത് പറയാനാണോ ഈ രാത്രി ഇങ്ങോട്ട് എഴുന്നള്ളിയതെന്ന് ആരെങ്കിലുമൊക്കെ മനസ്സിൽ ചിന്തിച്ചോ? അതിന് തന്നെ എഴുന്നള്ളിയത്, വേറെ ഒന്നിനുമല്ല. നിത്യത പ്രാപിക്കുന്നില്ല, പിന്നെ ഇവിടെ ഈ മരുഭൂമി വന്ന് കിടന്ന് കഷ്ടപ്പെട്ട് രാത്രിയിൽ ഈ തണുപ്പുമൊക്കെ സഹിച്ച് ഈ പെടാപ്പാട് പെട്ടിട്ട് എന്ത് പ്രയോജനം? ഇവിടെയും കഷ്ടം, ചത്ത് കഴിയുമ്പോൾ പിന്നെയും കഷ്ടം. അത് ഒഴിവാകണം. കർത്താവ് എന്നെ 2-3 വെളിപ്പാടുകൾ കാണിച്ചത്, ഒന്ന്, ഈ സഭ നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും കർത്താവിൻ്റെ കുടക്കീഴിലിരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഒരുപാട് സഭകളെക്കുറിച്ച് പലതും കർത്താവ് കാണിക്കുമ്പോഴൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അറ്റാക്ക് വരാത്തത് കർത്താവിൻ്റെ കൃപ. പക്ഷേ കർത്താവ് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണിച്ചത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുകൂടെ കാണിച്ചത്, ഇത് ഒന്നടക്കം ഇവിടെ നിന്ന് പൊങ്ങിപ്പോകുന്നത് പോലെ കാണിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ചെങ്ങന്നൂരിനടുത്ത്, എവിടെയാണെന്ന് പറയത്തില്ല, ഒരു കോട്ടേജ് മീറ്റിങ്ങിന് ദൈവാസൻ KG-യിലാണ് വിളിച്ചുകൊണ്ട് പോയി. 10-30-40 പേരോളം ഉണ്ടായിരുന്നു തോന്നുന്നു. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എപ്പോഴോ കണ്ണടച്ചപ്പോൾ കർത്താവിൻ്റെ ഒരു സീൻ കാണിച്ചു. ഒരു 5-6 പേര് ക്ലീനായിട്ട് ഇരിപ്പുണ്ട്, ബാക്കിയെല്ലാം കറുത്ത തുണി കൊണ്ട് തല മൂടിയിരിക്കുക. ഞാൻ ഞെട്ടിപ്പോയി. കർത്താവ് ഇത്രേ ഉള്ളൂ, അപ്പോൾ ബാക്കിയൊക്കെ നരകത്തിലോട്ടാണ്. എനിക്ക് ആരെയും അറിഞ്ഞുകൂടാല്ലോ. ഞാൻ ദൈവാസനെ വിളിച്ച് സാരിയുടെ പുള്ളിയും ബ്ലൗസിൻ്റെ നിറമൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള 5-6 പേരേ ഉള്ളൂ, ബാക്കിയൊക്കെ പോക്കാം. ഈ സഭയെ ദൈവം മേപ്പോട്ട് എടുക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഒരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ കർത്താവിൻ്റെ ദാസനോട് നേരിട്ട് പറഞ്ഞു. ഒരു കത്തോലിക്ക പോര് നിൽക്കുന്നത് കണ്ടു. ഇന്നത് തീരുവായി രാത്രി. ഇനി അങ്ങനെ ഒരു പോരും സഭയെ അലട്ടാനോ വ്യക്തി ജീവിതങ്ങളോട് പോരാടാനോ പാടില്ല. യേശുവിന്റെ നാമത്തിലല്ല, മാറിപ്പോ ദുഷ്ടശക്തികൾ. വായിക്കാം മത്തായി സുവിശേഷം 7-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ. എന്തോ തീർത്ത് പറയുന്നത് എന്തുവാ? മേൽക്കോടതിയും ഇല്ല, അപ്പീലും ഇല്ലെന്ന് പറഞ്ഞതാണ്. വായിച്ച ഭാഗം വല്ലതും മനസ്സിലായോ? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല. പിന്നെ ആരാ സ്വർഗരാജ്യത്തിൽ പോകുന്നത്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്താ കർത്താവേ കർത്താവേ എന്ന് പറയാന്ന് പറഞ്ഞാൽ എന്തുവാ? കുറച്ച് സമയം മുമ്പ് നമ്മൾ എന്ത് ചെയ്യായിരുന്നു? ഇവിടെ തുടക്കം മുതൽ വാർഷിപ്പ് ചെയ്യായിരുന്നു. കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് പാടി സ്തുതിച്ചാരാധിക്കുകയായിരുന്നു. അതൊന്നും നിത്യതയെ കയറിപ്പോകാനുള്ള മാനദണ്ഡം അല്ല. പറഞ്ഞതാരാ? സാക്ഷാൽ നമ്മളെ അങ്ങോട്ട് കയറ്റിവിടാനും തള്ളിവിടാനും ഒക്കെ അവകാശവും അധികാരവും ഉള്ള ഏക വ്യക്തി അദ്ദേഹമാ പറഞ്ഞത്. ഇങ്ങനെ എന്നെ പൊട്ടിപ്പാടി ആരാധിച്ചിട്ടൊന്നും ആരും നിത്യത കാണത്തില്ല. പിന്നെ എന്തോ ചെയ്യണം? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ അങ്ങോട്ട് കയറത്തുള്ളൂ. അപ്പോൾ 3 ഗ്രൂപ്പിലെ ആളുകൾ അവിടെ നിൽപ്പുണ്ട്. ഒന്നാമത്തെ ആളാരാ? പ്രവാചക ഗണം. അതിൻ്റെ സീനിയർ മോസ്റ്റ് നേതാവാ ചോദിക്കുന്നത്, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലയോ? ലോകപ്രശസ്തരായ പ്രവാചകർ പലരും. അടുത്ത ഗ്രൂപ്പ് ആരാ? നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭയങ്കര ഭൂതങ്ങളെയൊക്കെ പുറത്താക്കിയില്ലയോ? അത്ഭുത ശുശ്രൂഷകൾ ചെയ്തവർ. അടുത്ത ഗ്രൂപ്പ് ആരാ? ചുട്ട കോഴിയെ പറപ്പിച്ച വിദ്വാൻമാർ, മഹാപാസ്റ്റർമാർ. ഈ 3 ഗ്രൂപ്പാ ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് എന്തുവാ? ഞാൻ നിങ്ങളെ ഒരു നാളും, അതെന്താ അങ്ങനെ പറഞ്ഞു? നമ്മൾ നിലവിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുത ശുശ്രൂഷകൾ ഒരുപാട് പേരുണ്ടേ, പേരൊന്നും പറയുന്നില്ല, ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് അവിടെ നിൽക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടേയില്ല. പക്ഷെ ഇവർക്കറിയാമല്ലോ, ഇല്ലയോ? ഇവർക്ക് യേശുവിനെ അറിയാമല്ലോ. നിങ്ങളെന്താ മിണ്ടാത്ത? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യ
ശുശ്രൂഷയാണ്, വചനമാണ്. അതിങ്ങനെയാണ് പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല. അപ്പോസ്തല പ്രവർത്തനം 13:48 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാ. അതിൻ്റെ 46 മുതൽ വായിച്ചു. 13:46. ആ ആ ആ ആ നിങ്ങളതിനെ തള്ളി നിങ്ങൾ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് ആ ആ ആ ആ ആ ആ ആര്? നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. അപ്പൊ നിത്യജീവനായിട്ട് ഇതിന് പണ്ട് എപ്പോഴും ഒരു അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് കേട്ടേച്ച് വരുമല്ല കേട്ടോ. സ്വർഗീയ പിതാവ്, നമ്മുടെ ഫാദർ, പിതാവ്, അപ്പൻ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് തന്നെ അവിടെ ആരൊക്കെ ചെല്ലണമെന്നുള്ളൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അപ്പോയിൻമെന്റ് ലെറ്റർ അയച്ചിട്ടുണ്ട്. അവർ മാത്രമേ പോകത്തുള്ളൂ. പൗലോസ് പറഞ്ഞു എന്തുവാ പറഞ്ഞ മാസം ചേർന്ന് യഹൂദന്മാരോട് ദൈവരാജ്യ സുവിശേഷം അറിയിക്കുക. പക്ഷെ അവരാരും അത് ഉൾക്കൊണ്ടില്ല, ഏറ്റെടുത്തില്ല. അപ്പൊ പൗലോസിനുള്ള വാഗ്ദത്തം പറയാ, ജാതികളുടെ അപ്പോസ്തലനായിട്ട് എന്നെ അയക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ വിട്ടേച്ച് അങ്ങോട്ട് പോവാ, ജാതികളുടെ ഇടയിലേക്ക് പോവാ. ജാതികൾക്കത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. അവരെല്ലാവരും അത് വിശ്വസിച്ച, വചനം വിശ്വസിച്ചിട്ട് എന്താ പറയുന്നത്? നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും വചനം, നിത്യജീവന്റെ മൊഴികൾ അല്ലെങ്കിൽ ദൈവരാജ്യ സന്ദേശം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ. കാരണം എന്താ? ഞാൻ വന്നതിൻ്റെ പിറ്റേന്ന് ഇന്നലെ രാവിലെ ആ റൂമിൻ്റെ ജനൽ തുറന്നിട്ട് താഴോട്ട് നോക്കി. പ്രഭാതത്തിൽ സകല വണ്ടിയും തലതിരിഞ്ഞാ പോകുന്നത്. ഇവന്മാർക്ക് ഒരുത്തനും വെളിവില്ലയോ? ഞാൻ ഒത്തിരി നേരം ചിന്തിച്ചുകൊണ്ട് നിന്നു. എന്താ കുഴപ്പം? എല്ലാവരും റോങ് സൈഡാ. ഒരുത്തനും നേരെ വണ്ടി ഓടിക്കുന്നില്ലെന്ന്. എന്താ പറ്റി? ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. ഇവിടെ എല്ലാവരും വലത്തൂടാ പോകുന്നത്. ഇന്ത്യയിലെ ഇലേ കൂടാ പോകുന്നത്, ഇടത്തൂടാ പോകുന്നത്. ആർക്ക് തെറ്റി? എനിക്ക് തെറ്റി. ഞാൻ കുറച്ചു നേരം വല്ലാതെ ഇപ്പം ഇടിക്കും. ഇതെന്തൊരു പോക്കാ. ഒരുത്തനും നേരെ. ഇവന്മാരെല്ലാം എന്താ ഇങ്ങനെ തെറ്റി? ഇവിടെ എങ്ങനെയും പോകാവോ? കുറേ കഴിഞ്ഞപ്പോഴാ മനസ്സിലായത്, അയ്യോ ഇവിടെ വലത്ത് വശമാണ്. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ ലോകരാജ്യ നിയമത്തിനെതിരാ. ഒരു പോയിന്റ് പോലും ചേരത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവരാജ്യ സന്ദേശം ഉൾക്കൊള്ളാൻ എല്ലാവർക്കും പറ്റത്തില്ല. ബുദ്ധിമുട്ടാ. മത്തായി 13:11 കർത്താവ് എന്താ പറഞ്ഞത് നോക്കാം. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം. അപ്പൊ വരം ലഭിച്ചിട്ടല്ലാത്തവരാരും ദൈവരാജ്യ സന്ദേശം കേൾക്കാനോ അത് ഗ്രഹിക്കാനോ കഴിയുന്നതല്ല. നിങ്ങൾക്കറിയാവോ, 3.5 വർഷം കർത്താവിൻ്റെ കൂടെ നടന്ന് തിന്നു കുടിച്ച് മതിച്ച് രസിച്ച് സന്തോഷിച്ച് പുളകം കൊണ്ട ശിഷ്യന്മാർക്ക് സംഭവിച്ചത് എന്താ? ലൂക്കോസ് 24:45. ലൂക്കോസ് 24:45. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന്. അപ്പൊ ഈ 3.5 വർഷം നടന്നിട്ട് ബുദ്ധി തുറന്നില്ലായിരുന്നോ? ബുദ്ധി തുറന്നില്ലെന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ഒട്ടും മനസ്സിലായിട്ടും ഇല്ല. സാക്ഷാൽ ദൈവപുത്രനായ നമ്മുടെ അരുമനാഥനായ കർത്താവിൻ്റെ കൂടെ 3.5 വർഷം നടന്ന് വചനങ്ങൾ കേൾക്കുകയും രാവും പകലും ഒരുപോലെ വചനം കേൾക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അത്ഭുതപ്പെട്ട ഈ ശിഷ്യന്മാരുടെ ബുദ്ധി തുറന്നിട്ടില്ലായിരുന്നു. കർത്താവ് തുറക്കുമ്പം മാത്രമേ അവരുടെ ബുദ്ധി തുറന്നിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവരാജ്യ സന്ദേശം മനസ്സിലാക്കണമെങ്കിൽ ആര് ബുദ്ധിയെ തുറക്കണം? കർത്താവ് തുറക്കണം. പൗലോസ് അപ്പോസ്തലൻ ഭയങ്കര ഒരു കൺവെൻഷൻ മീറ്റിംഗ് നടത്തി. എവിടാ? പുഴവക്കത്ത്. ആരുണ്ടായിരുന്നു ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആരാ? ലുദിയ. അവളുടെ ഹൃദയത്തെ ദൈവം തുറന്നിട്ടാ പറ്റിയത്.
അപ്പോൾ ദൈവം തുറക്കാതെ ആർക്കും ദൈവരാജ്യ സന്ദേശം അകത്തോട്ട് കയറ്റാനും ഉൾക്കൊള്ളാനും കഴിയത്തില്ല. കുഴപ്പമാണ്. അപ്പോൾ ആരാ ഇത് അടച്ചു വെച്ചേക്കുന്നത്? തിരുവെഴുത്തുകൾ തിരിച്ചറിയാതെ വണ്ണം, ദൈവത്തിൻ്റെ തിരുവായി മൊഴികളെ അറിയാതിരിക്കത്തക്ക വണ്ണം മനുഷ്യ ബുദ്ധിയെ അടച്ചു വെച്ചതാരാ? യെശയ്യാവ് 29:10. ഡീപ് സ്ലീപ്പ്, സ്പിരിറ്റ് ഓഫ് ഡീപ് സ്ലീപ്പ് എന്നാണ്. ഗാഠനിദ്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറക്കത്തിൻ്റെ ആഴത്തിലുള്ള ഉറക്കത്തിന്റെ ആത്മാവിനെ ഇട്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു, അടച്ചിരിക്കുന്നു. അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു. വിശ്വാസിക്ക് മൂടുപടം ഇട്ടെന്നല്ല, നേതാക്കന്മാരുടെ ദർശകന്മാരായ തലവന്മാർക്ക് മൂടുപടം ഇട്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയി തീർന്നിരിക്കുന്നു. അതിനെ അക്ഷരവിദ്യയുള്ള ഒരുത്തന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വയ്യ, അതിന് മുദ്ര ഇട്ടിരിക്കുന്നല്ലോ എന്ന് പറയും. അല്ല, ആ പുസ്തകം അക്ഷരവിദ്യ ഇല്ലാത്തവന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യ ഇല്ല എന്ന് പറയും. ഈ ജനം അടുത്ത് വന്ന് വായ കൊണ്ടും ആദരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും മതി. ആരാ അടച്ചു വെച്ചേക്കുന്നത്? യഹോവ. പിശാചല്ല കേട്ടോ, അവൻ വെറും ഒരു പാഹ, പൊക്കോട്ടെ, വിളിച്ചു കയറ്റണ്ട. ദൈവം മുദ്രയിട്ടിരിക്കുക, അടച്ച് മുദ്രയിട്ടിരിക്കുക. എന്താ കാരണം? എന്തുകൊണ്ടാണ് മാനവകുലത്തിൻ്റെ ബുദ്ധിയെ യഹോവയുടെ വചനങ്ങൾ ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം അടച്ചു വയ്ക്കാനുള്ള കാരണം എന്താ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പേനയും കടലാസൊക്കെ ഉള്ളവരെല്ലാം കുറിച്ചെടുത്തണം കേട്ടോ. ആവർത്തിച്ച് വീട്ടിൽ പോയിരുന്ന് വായിച്ച് ഗ്രഹിക്കുന്നത് നന്നായിരിക്കും. യോഹന്നാൻ 8:31-32 ഇങ്ങനെ വായിക്കുന്നത്. കർത്താവ് പറഞ്ഞു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ. നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനങ്ങൾ, വേറെ വചനങ്ങളുണ്ടോ? ഉണ്ടോ? ഉണ്ടത്തില്ല. ഉണ്ടോ? ഉണ്ട്. ഇഷ്ടം പോലെ വചനങ്ങളുണ്ട്. സ്തോത്രം. എൻ്റെ വചനത്തിൽ, അതാ നിത്യജീവന്റെ മൊഴികൾ. കർത്താവ് പറഞ്ഞത് ഏത് വചനമാണ് നിങ്ങൾക്കറിയാവോ? കർത്താവ് പറഞ്ഞതൊക്കെ നിത്യജീവന്റെ മൊഴികൾ. അത് എവിടുന്നാ പറഞ്ഞത്? യോഹന്നാൻ 14:10. എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്, പിതാവ് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ ക്രിസ്തു വന്നത് എന്തിനാ? ക്രിസ്തുവിന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചിട്ട് പോകാനല്ല. പിതാവായ ദൈവത്തിന് ക്രിസ്തുവിൽ വാസം ചെയ്തുകൊണ്ട് പിതാവിന് നമ്മളോട് പറയാനുള്ളത് അറിയിക്കാൻ ആ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. അതാണ് ക്രിസ്തുവിൻ്റെ വചനം, പിതാവിൻ്റെ വചനം. ഈ വചനം ലോകത്തിൽ വെളിപ്പെടുന്നത് വളരെ വിരളമാണ്. 2 കൊരിന്ത്യർ 4:4 ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കി. ക്രിസ്തുവിൻ്റെ സുവിശേഷം ഏതാ? ക്രിസ്തുവിൻ്റെ സുവിശേഷം പിതാവായ ദൈവത്തിന് നമ്മളോട് പറവാനുള്ളതാ ക്രിസ്തുവിൻ്റെ സുവിശേഷം. അതാ ദൈവരാജ്യ സന്ദേശം. അത് ഇന്നില്ല കേട്ടോ. ആരും അങ്ങനെ പറയാറില്ല. പറയാൻ ശകലം ബുദ്ധിമുട്ടാണ്. പറഞ്ഞാൽ പിന്നെ ആരും ഒരിക്കലും അങ്ങോട്ട് വിളിക്കത്തില്ല. സ്തോത്രം. ചിലപ്പോൾ തല്ലുകൊള്ളേണ്ടി വരും. എനിക്കൊരു വിരോധവുമില്ല, പേടിയില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തല്ലുകയോ കൊല്ലുകയോ ചെയ്യണമെങ്കിൽ ഓക്കെ, കൊന്നു കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. രക്തസാക്ഷി ആയില്ലയോ? നിത്യത ഉറപ്പല്ലയോ? നീ അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. സ്തോത്രം. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം. ആ സുവിശേഷത്തിന് എന്തുണ്ട്? തേജസ്സുണ്ട്. അതിൻ്റെ പ്രകാശനം, അതിനെന്തും കൂടെ ഉണ്ട്. അത് പ്രകാശിക്കുകയും ചെയ്യും. അത് ഇവിടെ ആരും അറിയാൻ പാടില്ല.
സ്തോത്രം. പക്ഷേ എക്കാലവും അങ്ങനെ അറിയാതിരിക്കാൻ ഒക്കുമോ? മത്തായി 24:14 കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, രാജ്യത്വത്തിൻ്റെ സുവിശേഷം. രാജ്യത്തിൻ്റെ എന്നാണ് എഴുതിയിരിക്കുന്നത്. രാജ്യമാകുമ്പോൾ പാകിസ്ഥാനും ചൈനയും ഒക്കെ ആവാം. അല്ല, രാജ്യത്വം, കിങ്ഡം മെസ്സേജ്, അത് ലോകമെമ്പാടും സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പരക്കും, അപ്പോൾ അവസാനം വരുമെന്നാണ്. രാജ്യത്വത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം. അപ്പൊ ഇത് ഭൂലോകം മുഴുവനും പ്രസംഗിക്കപ്പെട്ടേ പറ്റൂ. ആര് ഒളിച്ചാലും മറച്ചാലും ഇത് വെളിപ്പെട്ട് വരുന്നൊരു നാളുണ്ട്. വന്ന് തുടങ്ങിയെന്ന് വിശ്വസിച്ചോ? ഇതാ നിങ്ങൾ ഇന്ന് കേട്ടോണ്ടിരിക്കുക. അപ്പൊ യഹോവയാം ദൈവത്താൽ അടയ്ക്കപ്പെട്ടു. എന്തിനടയ്ക്കപ്പെട്ടു? എന്താണ് അടയ്ക്കപ്പെടാൻ കാരണം? തിരുവെഴുത്തിന്റെ സത്യങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ ജനത്തിന്റെ ബുദ്ധിയെ അടച്ചത് എന്തിനാ യഹോവയാം ദൈവം? ലോകത്തിന്റെ രക്ഷയ്ക്ക് ഇറങ്ങി വന്ന് ദൈവപുത്രനായ ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കാരണം എന്താ? എനിക്ക് കൂടെ എൻ്റെ കണ്ണ് പുറകോട്ട് പോകുന്നുണ്ട്. സാധാരണ 2, 2.5, 4, 4.5 മണിക്കൂർ അങ്ങനെ, എന്നാലേ എന്തെങ്കിലും ഒരു തുള്ളി നാക്കേ വെച്ച് തന്നിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ദൈവരാജ്യ സുവിശേഷം അത് നിൽക്കത്തില്ല. എപ്പോഴും സമയം പേടിയാ. ഇവിടെ വാച്ചറും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കളയും. സ്തോത്രം. അവൻ്റെ ഹൃദയത്തെ ഇന്ന് രാത്രി കർത്താവ് തൊടട്ടെ. ദേശത്തിൻ്റെ അധിപതികളോട് കർത്താവ് ഇടപെട്ടെ. ഭരണാധികാരികളോട് കർത്താവ് ഇടപെടട്ടെ. സ്വാതന്ത്ര്യത്തോടെ മണിക്കൂറുകളിൽ നിന്ന് ആരാധിപ്പാൻ, തിരുവചനം സൃഷ്ടിപ്പാനുള്ള അവകാശങ്ങൾ, അധികാരങ്ങൾ വെളിപ്പെട്ട് വരട്ടെ രാത്രി. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യഹൂദന്മാർക്ക് യേശുക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിയാതെ പോയത്? യേശുവിൻ്റെ ജനനത്തിങ്കൽ ഹേരോദാവും ജനമൊക്കെയും ഭ്രമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹേരോദാവ് ഭ്രമിച്ചോട്ടെ, കാരണം അദ്ദേഹം രാജാവാണ്. ഒരു പുതിയ രാജാവ് വന്നു എന്ന് കേൾക്കുമ്പോൾ തൻ്റെ കസേര പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് ഭയപ്പെടാം, പൊളിഞ്ഞു പോകുമോ പരിപാടിയെന്ന്. പക്ഷെ ജനം എന്തിനാ ഭ്രമിച്ചത്? സ്വർഗത്തിൽ നിന്ന് ഒരുത്തൻ ഭരിക്കാൻ ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭരണമല്ലയോ? ജോലി ചെയ്യാതെ ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊക്കെ ചിന്തിച്ച പലരും കാണും, ഇല്ലയോ? ദൈവം സമ്പന്നനല്ലയോ? ദൈവം ദയാലുവല്ലയോ? സ്നേഹവാനല്ലയോ? കരുണയുള്ളവനല്ലയോ? പെരുവെയിലത്ത് കഷ്ടപ്പെടാൻ ദൈവം എന്നെ വിടുമോ എന്നൊക്കെ ചിന്തിച്ച പലരും അക്കൂട്ടത്തിലുണ്ടായിരുന്നിരിക്കാം, ഇല്ലയോ? സ്തോത്രം. പക്ഷേ ഇവരൊക്കെ ഭ്രമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവരൊക്കെ ഭ്രമിക്കാൻ എന്താ കാരണം? ആരായി ദൈവപുത്രനായ ക്രിസ്തു? ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാ? ആരാ? കർത്താവ് വേറെ വഴിക്കോട്ടാ പോകുന്നത്, സമയമൊന്നുമില്ല. സ്തോത്രം. സങ്കീർത്തനം 110:1 വേഗത്തിൽ. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം. ഇതെപ്പോൾ എഴുതിയാണെന്നറിയാവോ? യേശു കർത്താവ് ജഡത്തിൽ ഭൂമിയിൽ വരുന്നതിന് 1000 കൊല്ലം മുമ്പ് പ്രവാചകനായ ദാവീദ് എഴുതി വച്ചിരിക്കുക. അന്ന് യേശു വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പക്ഷേ യേശുവിന് ശത്രുക്കളുണ്ടല്ലോ, ഇല്ലയോ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതു ഭാഗത്തിരിക്കാം. ഇസ്രായേലിൽ ചുവന്ന പശു വന്നാലൊന്നും അവസാനിക്കത്തില്ല കേട്ടോ. യഹോവ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതു ഭാഗത്തിരുന്നോണം. അതെല്ലാവരും പാദപീഠമായി കഴിയുമ്പോൾ പിന്നെ നിനക്കിറങ്ങി പോകാമെന്ന്. അപ്പോൾ പശുവും കാളയൊന്നും ഇവിടെ ബാധകമല്ല. കൊലോസ്യർ 3:1 എന്തുവാ? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ. അപ്പൊ അവിടെ എന്തോ പരിപാടിയുണ്ട്, ഉയരത്തിൽ എന്തോ. അതാ സങ്കീർത്തനത്തിൽ വായിച്ചത്. യഹോവ എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതു ഭാഗത്തിരിക്കുക. അപ്പൊ അന്നേ ക്രിസ്തുവിന് ശത്രുക്കളുണ്ടല്ലോ. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. വചനപ്രകാരം ഉണ്ട്. അത് വളരെ വിശാലമായും സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിസ്തരിക്കാൻ ഇപ്പോൾ അതിൽ കുറച്ച് സമയം കൂടുതലെടുക്കും. കർത്താവിന് അങ്ങനെ കുറേ ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളെ മുഴുവനും പാദപീഠമാക്കി കൊടുക്കാതെ കർത്താവിന് വരാൻ കഴിയുന്നതല്ല. റോമർ 16:20 അറിയാമോ? റോമാലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം. സമാധാനത്തിൻ്റെ ദൈവമോ
വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ വേഗത്തിൽ കാൽ കീഴെ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ചതച്ചു കളയും. അപ്പൊ ഈ പണി ആര് ചെയ്യണം? സമാധാനത്തിന്റെ ദൈവം അത് ചെയ്യും. പക്ഷെ ചതയ്ക്കാനുള്ള കാൽ ആരുടേതാ? നമ്മുടേതാ. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ഹല്ലേലൂയ. ലൂക്കോസ് 10:1 വായിക്കുമ്പോൾ അവൻ വേറെ 70 പേരെ തിരഞ്ഞെടുത്ത് താൻ ചെല്ലുവാനിരിക്കുന്ന ഗ്രാമങ്ങളിൽ ഈരണ്ടായിട്ട് മുന്നമേ അയച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ അവർ മടങ്ങി വന്നിട്ട് നടന്ന സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ അത്? ആ 70 പേരെ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവ് നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പിണർ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. അപ്പോ ഭൂമിയിൽ നമ്മൾ പോയി ശാസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കർത്താവിൻ്റെ ശത്രുക്കളായിട്ടിരിക്കുന്ന അന്തരീക്ഷത്തിലെ ദുഷ്ടാത്മസേന, പാഴ്സി പ്രഭുവിൻ്റെ സൈന്യം അഥവാ യവനപ്രഭുവിൻ്റെ സൈന്യം ഒന്നൊന്നായി വെട്ടുകൊണ്ട് എവിടെ വീഴും? കർത്താവിൻ്റെ പാദപീഠത്തിൽ വീഴും. അങ്ങനെ ഒരു സൈന്യം കിടപ്പുണ്ടോ മേളിൽ? ഉണ്ടോ? എഫേസ്യർ 6:12 വായിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ദാനിയേലിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടല്ലോ. ദൈവദാസനായ ദാനിയേൽ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. അപ്പം തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മറുപടി അയച്ചു. ആരാ മറുപടി കൊണ്ടുവന്നത്? ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ, വേറെ ആരുമല്ല. പക്ഷെ എന്തു പറ്റി? പാഴ്സി പ്രഭുവിന്റെ സൈന്യം അവിടെ തടഞ്ഞു. ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേലിനെ തടയാൻ പാഴ്സി പ്രഭുവിന്റെ സൈന്യത്തിന് കഴിയുമെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഉറക്കം തൂങ്ങിക്കൊണ്ട് സ്തോത്രം സ്തോത്രം ഇതിനൊക്കെ കോട്ടുവായി ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥന മേപ്പോട്ട് പോവോ? പോവോ? പോകും തോന്നുന്നുണ്ടോ? ദൈവസന്നിധിയിൽ നിന്ന് ഉടനടി ആലോചനയും കൊണ്ട് വന്ന ഗബ്രിയേൽ അവിടെ ഫൈറ്റാണ്, അവിടെ അടി നടക്കുകയാണ് 20 ദിവസം. ആ ദൂതന് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഗ്യാസ് അടച്ചോ, ആ കോഴി അടച്ചോ, ഇങ്ങനെയൊക്കെ സംശയിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഈ പ്രാർത്ഥനാ ശബ്ദം മേപ്പോട്ട് കയറി പോവോ? ദൈവസന്നിധിയിലോട്ട് തന്നെത്താൻ ശോധന ചെയ്ത് തീരുമാനിച്ചോണം. 21-ാം ദിവസം പ്രധാന ദൂതനായ മീഖായേൽ വന്ന് യുദ്ധം അദ്ദേഹം ഏറ്റെടുത്തിട്ട് ഗബ്രിയേലിനെ ഭൂമിയിലേക്ക് അയച്ചു. പുള്ളി വന്നേച്ച് ദാനിയോട് പറഞ്ഞ, ദൈവാസനെ നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയപ്പോൾ തന്നെ എന്നെ അപ്പൻ അവിടെ നിന്ന് അയച്ചതാ. പക്ഷെ എന്ത് ചെയ്യാം? പാഴ്സി പ്രഭുവിന്റെ സൈന്യം എന്നെ തടഞ്ഞു. അപ്പോൾ ഭൂമിയിൽ ഇരുന്നൊരു പ്രാർത്ഥന മേപ്പോട്ട് പോകണമെങ്കിൽ ഗബ്രിയേൽ ദൂതനേക്കാൾ നമ്മൾ ആരായിത്തീരണം? ശക്തരായിത്തീരണം. ദൈവത്തിന്റെ 7 ആത്മാക്കളും അടങ്ങിയിരിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് എവിടെ ഉണ്ട്? നമ്മുടെ അകത്തുണ്ട്. ഈ ആത്മാക്കൾ ഓരോന്നും അകത്ത് വെളിപ്പെടണം. അകത്ത് ഓരോരുത്തരും വെളിപ്പെടണം. എന്താ വെളിപ്പെടാത്തതിന്റെ കാരണം? ഗുണപ്പെടാത്തോണ്ടാ, കയ്യിലിരിപ്പ് ശരിയല്ലാത്തോണ്ടാ, മർക്കടമിഷ്ടം ഇവിടത്തില്ല, പിടിവാശി കളയത്തില്ല. മോൻ ചത്താലും വേണ്ടിയല്ല മരുമോടെ ദുഃഖം കാണണമെന്ന് പറയുന്നത് പോലെ നമ്മളാരും അങ്ങനെ അല്ലല്ലോ. ആരും അങ്ങനെ ആകാതിരിക്കട്ടെ. വിട്ടുകളയുക, വിട്ടുകൊടുക്കുക. ദൈവത്തിന്റെ ആത്മാക്കൾ നമ്മളിൽ വെളിപ്പെടാൻ അനുവദിക്കണം. വെളിപ്പെടാൻ അനുവദിക്കണം. റോമാലേഖനം 1 കൊരിന്ത്യർ 2:8-7 വാക്യം ഒന്ന് വായിച്ചു. ആ ആ ആ അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ കർത്താവിനെ ക്രൂശിക്കാനുള്ള കാരണം എന്തുവാ? ഇവൻ രാജാവായിട്ട് വന്നാൽ നമ്മളെ തൊലച്ചു കളയുന്ന ആർക്കറിയാം? പൈശാചിക ശക്തികൾക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ അതിന് പിന്നീട് ഒരു വലിയ ചരിത്രമുണ്ട്. ഇന്ന് പറ്റത്തില്ല. ദൈവം അനുവദിച്ചാൽ ഞാൻ ഇവിടെ ഉണ്ട്. ഏതെങ്കിലും ദിവസങ്ങൾ അവസരം കിട്ടിയാൽ പറഞ്ഞു തരാം. സ്തോത്രം. അതുകൊണ്ട് ഇവൻ ഇവിടെ വരാൻ നിങ്ങൾക്കറിയാമോ? ഗദരദേശത്തോട്ട് കർത്താവ് ചെന്ന് വള്ളത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് കാല് വെക്കുമ്പോൾ വേറൊരുത്തൻ അവിടെ വന്നായിരുന്നു. ആരാ? 6000 ലഗിയോൻ ബാധിച്ചവൻ. അവൻ വന്നിട്ട് എന്തുവാ പറഞ്ഞത്? സമയത്തിന് മുമ്പേ. അപ്പൊ ഇവൻ അവരെ ദണ്ണിപ്പിക്കുമെന്ന് ആർക്കറിയാം? പിശാചുക്കൾക്കറിയാം. അപ്പൊ ഓർത്തോണം, അതിന്റെ പിന്നിൽ ഒരു സംഭവം കിടപ്പുണ്ട്. കർത്താവ് പക്ഷേ അങ്ങേക്കരയ്ക്കൊന്ന് വള്ളത്തിലോട്ട് കയറിയപ്പോൾ തന്നെ
കല്ലറയ്ക്കകത്ത് വസിച്ചിരുന്ന ഈ ലഗിയോൻ ബാധിച്ച മനുഷ്യൻ എന്ത് ചെയ്തു? പുറത്ത് ചാടി. അവൻ അറിയാം ഇന്ന് അവൻ്റെ കഥ ഇവൻ തീർക്കും. അതുകൊണ്ട് ഇറങ്ങി പോരുക ചെയ്ത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ പിന്നിൽ കിടപ്പുണ്ട്. കർത്താവ് അനുവദിച്ചാൽ പിന്നെ പറയാം. സ്തോത്രം. അതുകൊണ്ട് ഈ ശക്തികളാണ് ജനത്തെ മുഴുവനും ഭ്രമിപ്പിച്ചിട്ട് അവനെ ക്രൂശിക്ക എന്ന് വിളിച്ചു പറഞ്ഞ് കർത്താവിനെ ക്രൂശിപ്പിച്ച് കളഞ്ഞത്. സ്തോത്രം. ഈ സത്യം മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ അവിടെ ആണല്ലോ നിർത്തിയിട്ട് പോരുന്നത്. പ്രവാചകന്മാർക്കും ദർശകന്മാർക്കും കർത്താവ് ഈ വചനത്തിൻ്റെ സത്യം മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ജനം കർത്താവിനെ ക്രൂശിക്കുമായിരുന്നോ? ഇല്ല. കർത്താവിൻ്റെ ക്രൂശീകരണം നടക്കാതിരുന്നാൽ നമ്മൾ ഇന്നിവിടെ കൂടുവോ? ഇല്ല. ദൈവപുത്രന്മാർ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരമുണ്ടാകാൻ കാരണം എന്തുവാ? സാക്ഷാൽ ദൈവപുത്രനായ നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ സത്യം ആരും അറിയാതിരിക്കാൻ ദൈവം തന്നെ മൂടുപടമിട്ട് അടച്ചു കളഞ്ഞത്. വായിക്കാം ലൂക്കോസ് 24:30-31. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് പ്രത്യക്ഷനായി. മതി ഒന്നുകൂടെ വായിച്ചു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അപ്പം നുറുക്കൽ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? കണ്ണ് തുറക്കാൻ ഇടയായി. അപ്പം മുറിക്കൽ നടക്കാമെങ്കിൽ എന്ത് സംഭവിക്കും? കണ്ണ് തുറക്കും. എന്നൂടെ പറ. അപ്പം മുറിക്കൽ നടക്കാമെങ്കിൽ കണ്ണ് തുറക്കും. ഇതെൻ്റെ ശരീരമാകുന്നു ഭക്ഷിച്ചോളാൻ പറഞ്ഞ് ക്രൂശെ കയറി ഒരുത്തൻ ആ കാൽവറി ക്രൂശ് നമ്മുടെ ഹൃദയത്തിലോട്ട് കയറി വരാമെങ്കിൽ കണ്ണ് തുറക്കും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കാമെങ്കിൽ, അവൻ ശരീരത്ത് പാടപീടുകൾ ഏറ്റെന്ന് അറിഞ്ഞ് ഓർത്ത് വിശ്വസിക്കാമെങ്കിൽ കണ്ണ് തുറക്കും. ഒറ്റ വാക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെട്ടാൽ കണ്ണ് തുറക്കും. ഇന്നും സഭ മാനസാന്തരപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരുമിച്ച് എടുത്തുകൊണ്ട് പോകുന്നൊരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചു. എല്ലാവരും അതിന് വില്ലിങ്ങായിട്ട് ഇരിക്കുക എന്ന് വിചാരിച്ച് കളയരുത്. ശരിയാക്കാനുള്ളവർ ശരിയാക്കിക്കോണം, രൂപാന്തരം വരുത്താനുള്ളവർ രൂപാന്തരം വരുത്തിക്കോണം, ഏൽപ്പിച്ചു കൊടുക്കാനുള്ളവർ ഏൽപ്പിച്ചു കൊടുത്തോണം, ഹൃദയത്തെ മുറിക്കാനുള്ളവർ മുറിച്ചോണം, രക്തം ചിന്താനുള്ളവർ ചിന്തിക്കോണം, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് വിട്ടുകളയണം. ദൈവത്തിന്റെ 7 ആത്മാക്കളും നമ്മളിൽ വെളിപ്പെടണം. ദേശം പിടിച്ചടക്കണം, അധികാരം ഉപയോഗിക്കണം. ഹല്ലേലൂയ. കണ്ണ് തുറക്കട്ടെ, കണ്ണ് തുറക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ നരകത്തിലേ പോത്തുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. കർത്താവ് പറഞ്ഞല്ലോ, കൊട്ടിപ്പാടി ആരാധിച്ചാലൊന്നും ആരും അങ്ങോട്ട് കയറി പോത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ എന്താ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം? ആര് പറയും? എന്തിനാ ശുദ്ധീകരണം? 1 തെസ്സലോനിക്കർ 4:3. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്തിനാ നമ്മെ ശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താ? എന്തുകൊണ്ടാണ് നമ്മളെ ശുദ്ധീകരിക്കാൻ പറഞ്ഞത്? വായിക്കാം യെശയ്യാവ് 40:3. കേട്ടോ ഒരുത്തം വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിരപ്പാക്കുവിൻ. ആ ആ ആ ആ ആ മതി. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കണം. നിർജ്ജന പ്രദേശത്ത് യഹോവയ്ക്ക് ഹൈവേ വെട്ടണം. എല്ലാ താഴ്വരകളും നികന്നു വരണം, എല്ലാ കുന്നും മലയും താന്നു വരണം, വളഞ്ഞതൊക്കെ ചൊവ്വാകണം, ദുർഘടങ്ങളൊക്കെ അത്രയും ആക്കി കൊടുത്താൽ അവിടെ യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജഡവും അത് കാണും. എന്തിനെക്കുറിച്ചാ പറയുന്നത്? ആരെക്കുറിച്ചാ പറയുന്നത്? ആരെക്കുറിച്ചാ പറയുന്നത്? നമ്മളെക്കുറിച്ചാ പറയുന്നത്. നമ്മളെക്കുറിച്ചാ പറയുന്നത്. നമ്മുടെ അകത്ത് എന്ത് ചെയ്യണം? യഹോവയ്ക്ക്
വഴിയൊരുക്കണം. വേറെ ഒന്നും അവിടെ കാണാൻ പാടില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യഹോവ വരത്തില്ല. ഇവിടെ നിർജ്ജനമായിരിക്കണം, വിജനമായിരിക്കണം, മരുഭൂമി ആയിരിക്കണം. മറ്റൊരു പുല്ലും അവിടെ മുളയ്ക്കാൻ, മറ്റൊരു ജീവികളും അവിടെ ഇരിക്കാനും, മറ്റൊരു ചിന്തയും അവിടെ ഇരിക്കാൻ പാടില്ലാത്ത വണ്ണം നമ്മെ വിശുദ്ധീകരിച്ചാൽ. റോമർ 12:1-2 എന്താ പറയുന്നത്? സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഞങ്ങളെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ഇതിനകത്ത് ഇറച്ചി വെട്ടി തിന്നാനാണോ? അല്ല. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും യാഗമായി സമർപ്പിക്കണമെന്ന്. എന്തുവാ ഈ യാഗമായി സമർപ്പിക്കാൻ പറഞ്ഞാൽ? യാഗം കഴിച്ചാലുള്ള ഗുണം എന്തുവാ? അതിന് പ്രത്യേകത എന്തുവാ? നമ്മളൊരു കാളക്കുട്ടി അല്ലെ ആട്ടുംകുട്ടിയെ, കോഴിയെ കൊണ്ടുപോയി ചർച്ചിൽ കൊടുക്കുകയാണ്, യാഗത്തിന് കൊടുക്കുകയാണ്. അവിടെ അതിനെ വെട്ടി ചോര ഒഴിക്കുകയോ എന്തുവാന്ന് വെച്ചാൽ ചെയ്തു. അത് കഴിയുമ്പം ആ ചത്ത മൃഗത്തെ പിന്നെ എന്ത് ചെയ്യും? അത് നമുക്ക് എടുത്തുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ ഉടമസ്ഥൻ പിന്നെ ആരാ? ആരാ? സഭയിലാ കൊടുത്തെങ്കിൽ പിന്നെ പാസ്റ്റർക്ക് അതിൻ്റെ അവകാശം. നമ്മൾ കൊടുത്ത കോഴിയോ കാളയോ എന്തോ ആയാലും പിന്നെ അതിൻ്റെ അവകാശം ആർക്കാ? അപ്പം നമ്മളെ കൊണ്ട് യാഗമായിട്ട് കർത്താവിന് കൊടുത്താൽ പിന്നെ നമ്മുടെ മേൽ നമുക്ക് വല്ല അവകാശമുണ്ടോ? യാഗത്തിന് പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മളെ പൂർണ്ണമായി ആർക്ക് കൊടുക്കുകയാണ്? ദൈവത്തിന് കൊടുക്കുക. എന്തിനാ? പുഴുങ്ങി തിന്നാനോ? ദൈവത്തിന് പുഴുങ്ങി തിന്നാനോ? അല്ല. ദൈവത്തിന് ആത്മാവായി പുത്രനായ ക്രിസ്തു മുഖാന്തരം ആത്മാവായി ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്തിട്ട് ദൈവത്തിന് തൻ്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴണം. അതിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അതാ കേട്ടോ ഒരുത്തം വിളിച്ച് പറയുന്നത്, മരുഭൂമിയിലെ യഹോവയ്ക്ക് വഴി ഒരുക്കണം, നിർജ്ജന പ്രദേശത്തെ യഹോവയ്ക്ക് പെരുവഴി ഒരുക്കണം. എല്ലാ താഴ്വരയും എന്താ താഴ്വര? നമ്മളിലുള്ള അറിവില്ലായ്മയാ താഴ്വര. അത് ഈ കാര്യങ്ങൾ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ആ താഴ്വര നികന്നു വരണം. പിന്നെ കൊന്നും മല അറിയാവല്ലോ. നമ്മളിലുള്ള സകലവിധ പൊങ്ങച്ചങ്ങളും അഹങ്കാരങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? താഴെ വരണം. ഉടായിപ്പുണ്ടല്ലോ, ഉടായിപ്പ്, വക്രത, വളഞ്ഞ പരിപാടി ഒക്കെ നേരെയാക്കണമെന്ന്. എല്ലാം മുള്ളും പറക്കാരെയൊക്കെ മാറ്റി ദൈവദാസൻ ചിരിക്കുന്നു. എനിക്ക് പെട്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞത്, അനനിയാസും സഫീറായി നിലമൊക്കെ വിറ്റയച്ച് ഒരു പിടി കെട്ടിയവനും കെട്ടിയോളും കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്തി കുറച്ച് മാറ്റി വെച്ചേച്ച് വലിയ ഡീസൻ്റായിട്ട് 70 mm ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് വന്ന അപ്പോസ്തലൻ്റെ കാൽക്കലോട്ട് വെച്ച് അനനിയാസേ അപ്പോസ്തലനെ ഇത്രയ്ക്കേ സത്യമായിട്ടും കിടക്കുന്നു. പൊത്തൂന്ന് അവിടെ വീണ് ചത്തുപോയി. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? പാസ്റ്ററാന്ന് എന്ത് ചെയ്യും? ഉടനെ ഫോൺ എടുത്ത് ആ ചത്തവൻ്റെ ബന്ധുക്കളെ അത്രയും വിളിക്കും. പത്രോസ് പൊന്നു മോനാകട്ടോ, ആരും വിളിച്ചില്ല. ബാല്യക്കാർ അവരോടൊന്നും ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. ചത്തവനെ ആരാ ഇട്ടുകൊണ്ടിരിക്കുന്നത്? അവൻ അപ്പോഴേ ചുരുട്ടി കെട്ടി പൊക്കി എടുത്തോണ്ട് പോയി കുഴിച്ച് മൂടി. അമ്മാമ്മ വളരെ ഡീസൻ്റായിട്ട് തലേ മുണ്ടും ഒക്കെ ഇട്ട് സ്കാപ്പും ഒക്കെ കെട്ടി ലിപ്സ്റ്റിക്കും ഒക്കെ പുരട്ടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സബീറാമാമു അപ്പോസ്തലനെ എടി ഇത്രയ്ക്കോ സത്യമായിട്ട് വന്നേന്ന്. കെട്ടിയവനെ കുഴിച്ചിട്ട് അവിടെ കാലൊച്ച താണ്ട കേൾക്കുന്നുണ്ട്. അവർ നിന്നെയും എടുത്തോണ്ട് പൊക്കോളൂ. അവിടെ വീണ് ചത്തു. ഉടനെ ബന്ധുക്കളെ വിളിച്ചില്ല, മണിയടിച്ചില്ല, ആംബുലൻസ് പാട്ട് വെച്ച വണ്ടിയൊന്നും വന്നില്ല, പാട്ടുകാരും കൊയറും ഒന്നുമില്ല. ഈ കാട്ടാളന്മാർ പൊക്കി എടുത്തോണ്ട് പോയി അവളെയും കുഴിച്ചിട്ടു. വളവും വക്രതയൊക്കെ മാറ്റിയാൽ യഹോവ വെളിപ്പെടും. ഇമാതിരി ഉടായ്പ കൊണ്ടാ നടക്കുന്നെങ്കിൽ നേരെ നരകത്തിലോട്ട് പൊക്കോളും. മഹാപ്രവാചകന്മാരും രോഗശാന്തിക്കാരും ബോധശാന്തിക്കാരും അവിടെ വരിവരിയായിട്ട് നിൽക്കുക. കർത്താവ് എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ ഇവരറിഞ്ഞ യേശു ഏതാ? ഇവർക്കറിയായിരുന്നല്ലോ യേശുവിനെ. ഇവർക്കൊരു യേശുവിനെ അറിയായിരുന്നു. അത് ഏത് യേശുവാ? സാക്ഷാൽ ബൈബിളിലെ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവർക്കറിയായിരുന്നല്ലോ യേശു. ഇവർ ഈ യേശുവിനെ അല്ലയോ പ്രസംഗിച്ചതും. അപ്പം ശരിക്കും പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിച്ച ഡീസൻ്റായിട്ട് നരകത്തിലോട്ട് എങ്ങനല്ലയോ? എന്തോ ഒരു മൗനത. ഈ ശുശ്രൂഷകന്മാർ പ്രസംഗിച്ചത് യേശുവിനെ ഇല്ലയോ? അപ്പോൾ അവർ സുവിശേഷം പ്രസംഗിച്ചു, എന്നിട്ട് എങ്ങോട്ട് പോവാ? ഇപ്പോൾ നരകത്തിലോട്ട്.
അപ്പോൾ ഇവരുടെ പ്രസംഗം കേട്ടവരോ അവരും നരകം. നിങ്ങൾ ഈ രാത്രി ചിന്തിച്ചോണം. മത്തായി 7:13-14 അറിയാമല്ലോ. ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴി വിശാലം, അവരുടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്കുള്ള വാതിൽ ഇടുക്കവും അതിന് കഴിഞ്ഞുള്ള വഴി വളരെ ഞെരുക്കവും. പിന്നെ അത് കണ്ടെത്തുന്നവർ ചുരുക്കം. എഴുതാത്തൊരു വരിയുണ്ട്, കണ്ടെത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, കണ്ടെത്തിയ വഴിയെ നടന്ന് അങ്ങെത്തുന്നവർ അതിനേക്കാളും ചുരുക്കം. പോയ വഴി എത്രയോ പേര് വീണ് പോയിട്ടുണ്ടല്ലയോ, ഒരുപാട് പേര്. അപ്പൊ ജീവങ്കിലേക്കുള്ള വഴിയും നാശത്തിലേക്കുള്ള വഴിയും എവിടെ ഉണ്ട്? എവിടെ ഉണ്ട്? ഉണ്ടത്തില്ല. എവിടെ ഉണ്ട്? രണ്ടും ഇതിനകത്തുണ്ട്. നാശത്തിലേക്കുള്ള വഴിയും ജീവങ്കിലേക്ക് നിത്യതയിലേക്കുള്ള വഴിയും ഇതിനകത്ത് തന്നെ ഉണ്ട്. ബൈബിളിൽ നരകത്തിലേക്കുള്ള വഴിയുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമില്ലയോ? മിണ്ടത്തില്ല, ഇനി മിണ്ടത്തേയില്ല. നാശത്തിലേക്കുള്ള വഴി ഇതിനകത്ത് തന്നെ ഉണ്ട്. യോഹന്നാൻ 3:16 അറിയാമല്ലോ. തൻ്റെ ഏകജാതനായ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പോൾ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്തുണ്ട്? പിന്നെ എന്തിനാടോ ഞാൻ കത്തോലിക്കായി എന്ന് ഇങ്ങോട്ട് പെന്തക്കോസിലോട്ട് വന്ന്? 48 കൊല്ലം കത്തോലിക്ക വിശ്വാസി, അതിലെ 39 വർഷം അൾത്താര ബാലൻ. 39-ാം വയസ്സിലും അൾത്താര ബാലനാണെന്ന് ചോദിക്കരുത്, അൾത്താരക്കാരൻ. കീഴെ 5 കൊച്ചുപള്ളിയുണ്ട്. 6ാമത്തെ വലിയ പള്ളി ഇടവപ്പള്ളിയുടെ പള്ളി കമ്മിറ്റി സെക്രട്ടറി, അവിടുത്തെ കൊയർ മാസ്റ്റർ, അവിടുത്തെ എല്ലാ ഭക്ത സംഘടനയുടെയും പ്രസിഡന്റ്, രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി. യേശുവിനെ ഇല്ലയോ ഞാനും വിശ്വസിച്ചിരുന്നത്? പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോരുന്നത്? എന്തിനാ CSI-കാരനും മർത്തോമക്കാരനും ഓർത്തഡോക്സുകാരനും ഒക്കെ ഇങ്ങോട്ട് വരുന്നത്? എന്തിനാ? എത്രയോ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എൻ്റെ കൈയും എഴുതിരിയും പൈസയും തന്നു വിട്ടിട്ടുണ്ട്. എന്തിനാ? പള്ളി കൊടുക്കാൻ. അവർ യേശുവിൽ വിശ്വസിച്ചില്ലയോ? അപ്പോൾ അവർക്ക് നിത്യജീവൻ ഉണ്ടല്ലോ. ഉണ്ണും, റെഡിയാ, എല്ലാം റെഡിയാ. അതിൽ 36-ാം വാക്യം കൂടെ നോക്ക്, യോഹന്നാൻ 3:36. അത് തന്നെയല്ലേ മുമ്പേ വായിച്ചേ, പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ടെന്ന്. അടുത്ത വാക്യം കാണുകയില്ല. അങ്ങനെയും കൂടെ ഉണ്ട്. 2 വഴി കണ്ടോ? വിശ്വസിച്ചാലുണ്ടെന്ന് ആദ്യത്തെ വഴി. ആഹാ മതി, അടിപൊളി, നിത്യത എനിക്ക് ഉറപ്പ്, സിമെന്റ് ഇട്ട് ഉറപ്പിച്ചു എന്ന്. അടുത്തത് പറയുക, അവൻ ചില കാര്യങ്ങൾ പറയും, അതനുസരിച്ചില്ലെങ്കിൽ നീ നരകത്തിലേ പോത്തോളെന്ന്. തെളിവ് നിക്കോദോമസിനോട് കർത്താവ് പറഞ്ഞു. എന്തോ? യോഹന്നാൻ 3. നിക്കോദോമസ് രാത്രി കർത്താവിൻ്റെ അടുത്ത് വന്നിച്ച്, നീ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പുത്രനായിട്ട് വന്നിരിക്കും, നീ അത്ഭുതങ്ങളൊക്കെ ചെയ്യണേ, ദൈവം നിൻ്റെ കൂടില്ലെന്നും ഒക്കെ എല്ലാം ഞങ്ങൾക്കറിയാം, മനസ്സിലായി. ഉടനെ അവനോട് കർത്താവ് പറഞ്ഞു, എന്തുവാ? നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ കഴിയത്തില്ല. സ്തോത്രം. അപ്പോൾ വിശ്വസിച്ചതുകൊണ്ട് നിത്യത കേട്ടു ഇല്ല, അനുസരിക്കുകയും കൂടെ വേണം. അതിന് നമ്മൾ ബാധ്യസ്ഥര. 2 വഴി കണ്ടോ? ഇങ്ങനെ ഒത്തിരി വഴിയുണ്ട്. കർത്താവിനെ ദേവാലയത്തിൻ്റെ ഗോപുരത്തിൻ്റെ മണ്ടേ കൊണ്ട് നിർത്തിയിട്ട് പിശാച് പറഞ്ഞു, നീ താഴോട്ട് ചാട്, നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം ദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം ചാടാ, എഴുതിയിരിക്കുമല്ലയോ, വചനമല്ലയോ, ശരിയാന്നല്ലോ. ഇന്നിപ്പോൾ കാണിച്ചു തരാടാം. ചാടിയിരുന്നെങ്കിൽ എന്തോ പറ്റിയേനെ? ഒടിഞ്ഞു പറഞ്ഞ് ആകപ്പാടെ ആംബുലൻസിൽ കയറേണ്ടി വന്നേനെ. കർത്താവ് പറഞ്ഞ മറുപടി എന്തുവാ? എന്നും കൂടെ. അപ്പം 2 വഴി കണ്ടോ? 2 വഴി കണ്ടോ? നിങ്ങളിങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നിത്യജീവന്റെ വചനങ്ങൾ ഇങ്ങനെയാ പോകുന്നത്, ദൈവരാജ്യ സന്ദേശം ഇങ്ങനെയാ പോകുന്നത്. തിരിച്ചറിയണം, തിരിച്ചറിയണം. അത് തിരിച്ചു പറയാൻ കർത്താവിൻ്റെ കയ്യിലില്ലായിരുന്നെങ്കിൽ കർത്താവ് ഉടനെ ഞാൻ ദൈവപുത്രനാണെന്ന് കാണിക്കാൻ എന്തോ ഇതേനെ? ഒറ്റച്ചാട്ട് എല്ലാം കണ്ട് ഒടിഞ്ഞ് പറഞ്ഞ് തലയും പൊട്ടിത്തെറിച്ച് ഇല്ലയോ ഉള്ള കാക്ക വന്ന് തലച്ചോറൊക്കെ തിന്നുകൊണ്ട് പാട്ടിന് പോയേനെ, പിശാചി കൈകൊട്ടി ചിരിച്ചേനെ. അപ്പം താഴ്വരകൾ നികന്നു വരണം. അറിവില്ലായ നമ്മെ നരകത്തിലോട്ട് കൊണ്ടുപോകരുത്. അറിഞ്ഞോണം, സത്യങ്ങൾ തിരിച്ചറിയണം. 8:31 നിങ്ങൾ വായിച്ചല്ലോ, യോഹന്നാൻ വായിച്ചായിരുന്നോ? ഇല്ല. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു ഇന്നും വിശ്വസിക്കുന്നവരോടാ കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി നിങ്ങൾ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ. അപ്പം നമ്മൾ ആരായി തീരണം? ആദ്യം ശിഷ്യന്മാരായി തീരണം. മത്തായി 28 18 19 20 അറിയാമല്ലോ. മത്തായി 28 18 19 20.
സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും. അപ്പൊ കർത്താവിന്റെ തിരുവചനം കേൾക്കണം. കർത്താവ് പഠിപ്പിച്ച ഉപദേശമുണ്ട്, അത് കേൾപ്പിക്കണം ദൈവസഭയെ. അത് കേട്ടവൻ ആരായിത്തീരും? ശിഷ്യനായിത്തീരും. എന്താ ശിഷ്യന്റെ പ്രത്യേകത? ശിഷ്യനാകണമെങ്കിൽ ശിക്ഷണമുണ്ട്. ഡിസിപ്ലിൻ ഇല്ലാതെ ആരും ഡിസൈപ്പിൾ ആകത്തില്ല. ഡിസൈപ്പിൾ ആകാതെ ആർക്കും കർത്താവിനെ ഫോളോ ചെയ്യാനും പറ്റത്തില്ല. കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ ആരായിത്തീരണം? കർത്താവിന് ശിഷ്യനായിത്തീരണം. കർത്താവിനെ അനുഗമിക്കാതെ ആർക്കും പിതാവിൻ്റെ വീട്ടിൽ എത്തിച്ചേരാനും പറ്റും. ഞാൻ വഴിയും സത്യവും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ. അപ്പോൾ നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ക്രിസ്തു ശിഷ്യനായിത്തീരണം. ഒരുവൻ ക്രിസ്തു ശിഷ്യനാകണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിൻ്റെ ഉപദേശം അത് നമുക്ക് കിട്ടണം. അതാ കർത്താവിൻ്റെ രാജത്വ സുവിശേഷം. അത് പറയാനാ കർത്താവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. ആ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നതെങ്കിൽ ആ സന്ദേശം തന്നെ നമ്മളിലൂടെ പുറപ്പെടുകയും വേണം. യോഹന്നാൻ 7:38 അറിയാമോ? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുക്കും. ജീവജലത്തിന്റെ നദി ഒഴുകണമെങ്കിൽ അകത്താര് വേണം? നിത്യജീവന്റെ ആത്മാവ് വ്യാപരിക്കണം. ദൈവത്തിന്റെ 7 ആത്മാക്കളും നിറഞ്ഞിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്ത് വാസം ചെയ്യണം. ആ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മളോട് സംസാരിക്കും. പിതാവായ ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മൾ വായിച്ച വാക്യത്തിന്റെ അവസാനത്തെ വാക്യം മത്തായി 7:24. അത് വായിക്കാൻ സമയമില്ല. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ സ്ഥാനം വിട്ട് പണിത തുല്യം. എൻ്റെ ഈ വചനങ്ങളെ വായിച്ചല്ലയോ നമ്മൾ ചെയ്യുന്നത്? കർത്താവ് പറഞ്ഞു എന്തുവാ? കേട്ട് ചെയ്യണം. അപ്പൊ ഇന്ന് എവിടുന്ന് കേൾക്കും? ഇന്ന് എവിടുന്ന് കേൾക്കും? ഇന്ന് എവിടുന്ന് കേൾക്കും? യോഹന്നാൻ 16:13. യോഹന്നാൻ 16:13. വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എടുത്തത് പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പൊ പരിശുദ്ധാത്മാവ് ഇന്നും പിതാവിൽ നിന്ന് കേട്ട് വന്ന് നമ്മൾക്ക് അറിയിച്ചു തരും. സ്തോത്രം. ഇതാ കർത്താവ് പറഞ്ഞത്. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക്. അങ്ങനത്തെ ഡെയിലി ബ്രെഡിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും? ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിയാണല്ലോ, ഈ പകൽക്കാലം രാത്രി എപ്പോഴെങ്കിലും ദൈവം നിങ്ങളോട് സംസാരിച്ചോ? നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാൻ ഇരുന്നോ? ദൈവം സംസാരിച്ചോ? വെളിപ്പാട് പുസ്തകം വായിച്ചു തുടങ്ങുമ്പം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ. ബൈബിള് വായിക്കുന്നവൻ ചെവിയുള്ളവൻ കേൾക്കാനല്ല പറഞ്ഞത്. ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് ഇന്നും സംസാരിക്കുന്നുണ്ട്. സത്യത്തിൻ്റെ ആത്മാവ് ഇന്നും സംസാരിക്കും. സത്യത്തിൻ്റെ ആത്മാവ് എന്നും സംസാരിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ. സ്തോത്രം. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൽ നിന്ന് കേൾക്കാം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്, കർത്താവിൻ്റെ ഉപദേശം പ്രമാണിച്ച് ശിഷ്യന്മാരായി തീർന്ന് കർത്താവിനെ അനുഗമിച്ച് നമുക്ക് നിത്യതയിലെത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകളെ ഈ രാത്രികാലം കർത്താവിൻ്റെ ദാസനിൽ കൂടെ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ആമീൻ. സ്തോത്രം. എന്നോട് കരയേണ്ട യഹൂദ ഗോത്രത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ പേരുമായവൻ പുസ്തകവും അതിൻ്റെ
7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. ആമേൻ. ജയം പ്രാപിച്ച ക്രിസ്തു നമ്മെ ജയാളികളാക്കി തീർക്കുവാൻ ഇന്ന് രാത്രി കാലം നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ എന്ന് വളരെ ശക്തമായി കർത്താവ് നമ്മെ കേൾപ്പിച്ചല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനോട് ഏറ്റവും അടുക്കുവാൻ, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കാൽ ഹല്ലേലൂയ. നമ്മെ ശോധന ചെയ്ത് നമ്മെ തന്നെ ക്രമീകരിച്ച് സ്വർഗരാജ്യത്തോട് അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി കാലം കേട്ട പ്രകാരം ആമേൻ. സ്തോത്രം. ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി നിയമിച്ചതും ആമേ മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം അത്ര മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് അവർ ആമേൻ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. സ്തോത്രം. ആ അവസ്ഥ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് ശിഷ്ടകാലം ദൈവത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ ശിഷ്യന്മാർക്ക് ദൈവം വരം കൊടുത്ത പോലെ ദൈവിക മർമ്മങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കി അത് ഏറ്റെടുത്ത് പ്രവർത്തിപ്പാൻ കർത്താവ് നമ്മെല്ലാവരെയും ശക്തീകരിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. മരുഭൂമിയിലെ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ. നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരയണം. വളഞ്ഞ ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. അപ്പോൾ യഹോവയുടെ മഹത്വം വെളിപ്പെടുന്നു. പോയി വസിക്കും നിന്നെ വിട്ടിട്ടാടി ഞങ്ങളെങ്ങ് പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂമി ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും. നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു. അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു. ഇന്നും എന്നും കൂടെ ഉണ്ടെന്നുള്ള വാക്കു തന്നവൻ. ഇന്നും എന്നും കൂടെ ഉണ്ടെന്നുള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. രാത്രികാലം കേട്ട് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ആമേ അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരുവാൻ ആമേൻ പുത്രനാം ദൈവം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഏൽപ്പിച്ചത് കൊടുത്തതുപോലെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ ഈ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാട്ടെ. കാണുവാനും വിശ്വസനുമായ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേനി ഹല്ലേലൂയ. ആരാധനയുടെ ആരംഭം മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിൻ്റെ മറവിൽ കർത്താവ് ഞങ്ങളെ മറച്ചതിനാൽ സ്തോത്രം. കർത്താവേ, നല്ല സങ്കീർത്തനങ്ങളെ ഞങ്ങൾക്ക് തന്നു. ആമേ, നല്ല സാക്ഷ്യങ്ങളെ ഞങ്ങളോട് കേൾപ്പിച്ചു. വിടുതലിൻ്റെ സാക്ഷ്യത്തെ കർത്താവ് കേൾപ്പിച്ചതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനാ വിഷയം ആമേൻ ഹല്ലേലൂയ ആവശ്യപ്പെട്ടവരുണ്ട്. അവരുടെ എല്ലാം ആവശ്യങ്ങളുടെ മധ്യത്തിലും ആമേൻ കർത്താവ് പ്രവർത്തിക്കണമേ. ആമേൻ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ഇടയിൽ വൻകാര്യങ്ങളെ ചെയ്ത ദൈവം
ദൈവം ആമേൻ ഈ നാളുകളിലും അതിശക്തമായി കർത്താവെ ഞങ്ങളുടെ ഇടയിൽ സ്വർഗം പ്രവർത്തിക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ ഇന്ന് ദൈവദാസനിലൂടെ കേട്ടതുപോലെ ആ മഹത്വത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കത്തക്ക അളവിൽ കർത്താവെ ഞങ്ങളെ തന്നെ ഒന്ന് ക്രമീകരിക്കുവാൻ, ഒരു യാഗമായി മാറുവാൻ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യത്തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഒരുക്കുവാൻ സഭയായി കർത്താവെ ദൈവദാസനോട് കാണിച്ച ദർശനം പോലെ ആമേൻ ആ ഒരു കൊടക്കീഴിൽ നിൽക്കുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ദൈവസഭയ്ക്ക് വെളിപ്പെടട്ടെ. ആരും നഷ്ടപ്പെടാതെ എല്ലാവരും എടുക്കപ്പെടത്തക്ക അളവിൽ ആ ഒരു വലിയ ശുദ്ധീകരണത്തിലേക്ക് ദൈവസഭ കടന്നു വരുവാൻ ഞങ്ങൾ കേൾക്കുന്ന വചനമെല്ലാം ജീവനായി വെളിപ്പെടട്ടെ കർത്താവേ. ആമേൻ. അത് ഞങ്ങൾക്ക് ആമേൻ അഭിഷേകമായി ഞങ്ങളുടെ തലയ്ക്ക് അത് എണ്ണയായി മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. എന്തുദ്ദേശത്തോടുകൂടെ കർത്താവ് ഈ ദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നോ അത് കർത്താവ് നിറവേറ്റണം. അനേകരുടെ വിടുതലിനത് കാരണമായി മാറട്ടെ. അനേകരുടെ അകക്കണ്ണുകളെ തുറക്കട്ടെ കർത്താവേ. ദിവ്യജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലുള്ള ആ 7 ആത്മാവിൻ്റെ കണ്ണുകൾ ആമേൻ അത് ഞങ്ങളിലൂടെ വെളിപ്പെടുത്തക്കവണ്ണം ഈ നാടുകളിൽ കർത്താവ് ശുശ്രൂഷയെല്ലാം കർത്താവേ നീ ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുവാൻ, സങ്കീർത്തന വായന ശുശ്രൂഷിക്കുവാൻ, കർത്താവേ ആരാധന ലീഡ് ചെയ്യുവാനും ഒക്കെയും കർത്താവ് കൊടുത്ത പ്രാഗൽഭ്യത്തിനായി സ്തോത്രം. വീണ്ടും ശക്തിയോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ കർത്താവ് നിർത്തണമേ. കടന്നു വന്ന എല്ലാവരെയും ദൈവങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അർപ്പിച്ച സ്തോത്ര വഴിപാടിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളം പ്രതിഫലം കൊടുത്ത് കർത്താവ് മാനിക്കണമേ. ഞങ്ങളിപ്പോൾ സന്തോഷത്തോടെ പിരിയുന്നു. ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണം. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹത്തോടെ ഇപ്പോൾ യഹോവായേ മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വിശേഷിയാൽ അവിടുത്തെ അഭിഷേകത്തിനോടും കുടുംബത്തോടും ശുശ്രൂഷകളോടും കടന്നോജനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരെയും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മറക്കപ്പെട്ട ദൈവങ്ങളുടെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാം. ഗോഡ് ബ്ലെസ് യു ഓൾ. Oh, create